സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. അവിടെ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ. സുധീഷ്, എപ്പോഴാണ് ശശികല ടീച്ചർ അവിടെ എത്തിയത്? എന്തൊക്കെ കാര്യങ്ങളാണ് കുടുംബവുമായി ശശികല ടീച്ചർ സംസാരിച്ചത്? അശ്വതി, ഇത്തരത്തിൽ കൊല്ലപ്പെട്ട സാവരിയ ബസന്ത് എന്ന മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ വീട്ടിലാണ് ശശികല ടീച്ചർ സന്ദർശനം നടത്തിയത്. എവിടെ നിന്നും ഇതുവരെ പുറത്തു വരാത്ത ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ വിവരങ്ങൾ കൂടിയാണ് ഈ കുടുംബം ശശികല ടീച്ചറുമായി പങ്കുവച്ചത്. വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകം, അതും ക്രൂരമായ മർദ്ദനങ്ങൾക്കൊടുവിൽ നടത്തിയ ഒരു കൊലപാതകം എന്ന കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. അതിൽ ഈ മരണപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് മുതൽ കുട്ടി തടങ്കലിലായിരുന്നോ എന്ന സംശയമടക്കം വളരെ ശക്തമായി ഉന്നയിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം അവസാന 2 ദിവസം അച്ഛൻ മകളെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയിരുന്നില്ല. മറുപടിയായി ലഭിച്ചത് ടെക്സ്റ്റ് മെസ്സേജ് മാത്രമായിരുന്നു. അതിലുപരി അവിടെ എത്തിയ ബന്ധു, ഈ കുട്ടിയുടെ കുഞ്ഞമ്മയുടെ ഭർത്താവ് ഉസ്ബെക്കിസ്ഥാനിലെത്തിയപ്പോൾ അവിടുത്തെ പ്രാദേശിക ആൾക്കാർ പോലും ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമവുമായി വന്നപ്പോൾ വളരെ ആസൂത്രിതമായ നീക്കങ്ങളാണ് ഇതിന് പിന്നിൽ നടന്നതെന്ന സംശയം തന്നെയാണ് പങ്കുവച്ചത്. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം കൃത്യമായ ഇടപെടൽ ഉണ്ടാവണം എന്നും കുടുംബം ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ ശശികല ടീച്ചറോട് തന്നെ ചോദിക്കുക, എത്രത്തോളം ആസൂത്രിതമായ ഒരു കൊലപാതകം എന്ന സൂചനയാണ് ഇത് വരുന്നത്? ഇവിടെ നമ്മൾ ഇതുവരെ വാർത്തകളിൽ നിന്ന് അറിഞ്ഞതിനേക്കാൾ വളരെ ഗൗരവമുണ്ട് ഈ വിഷയത്തിന് എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇനിയും പുറത്തേക്ക് വരാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അറിഞ്ഞിടത്തോളം തന്നെ വളരെ ഭീകരമാണ് അവസ്ഥ എന്ന് പറയാതിരിക്കാൻ വേണ്ടി. കാരണം ഒന്ന്, ഈ പറഞ്ഞ പോലെ തന്നെ 2 ദിവസമായി കുട്ടിയുടെ അച്ഛൻ ബന്ധപ്പെടുമ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് മാത്രം കിട്ടുന്നു എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ആർക്കും ചെയ്യാം. അപ്പോൾ ആ നിലയിൽ ഈ കുട്ടി തടവിലായിരുന്നോ എന്നുള്ള വിഷയമുണ്ട്. അതിനേക്കാൾ അത്തരം കാര്യങ്ങൾ അച്ഛൻ തന്നെ പറയും. അതിനേക്കാൾ ഗൗരവമായി എനിക്ക് തോന്നിയ മറ്റൊരു വിഷയം, ഈ കുട്ടിയുടെ മാതാപിതാക്കളെ ഇതിൽ കക്ഷി ചേർക്കണം. ഈ പ്രതിയുടെ മാതാപിതാക്കളെ ഈ കേസിൽ കക്ഷി ചേർക്കണം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവിടുത്തെ ഇവരുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, നിരന്തരമായി ഈ കുട്ടിയെ വിളിക്കുമായിരുന്നു. എന്തിനാണ് ഈ പെൺകുട്ടിയെ അവർ നിരന്തരമായി വിളിച്ചിരുന്നത്? ഇതിൽ മതപരിവർത്തനം ആരോപിക്കപ്പെട്ടുമ്പോൾ അതിൽ നിർബന്ധിക്കാൻ വേണ്ടിയായിരുന്നു ഒരു അധ്യാപിക കൂടിയായ അമ്മ നിരന്തരമായി വിളിക്കും. നമുക്കത് തെളിയിക്കാൻ കഴിയുന്നത്, കാരണം ഫോൺ രേഖകൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫോൺ രേഖകൾ നിലനിൽക്കുന്നിടത്തോളം കാലം പ്രതിയുടെ മാതാപിതാക്കളെ ഇതിൽ കക്ഷി ചേർത്തുകൊണ്ട് തന്നെ അന്വേഷണം നടക്കണം. ഈ മതപരിവർത്തനത്തിന് നിർബന്ധിക്കാൻ അവർ കൂട്ടുനിന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പ്രതിയുടെ ഒരു സഹോദരൻ വയനാട് ഡോക്ടറായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവർ ഇതിനൊരു ആസൂത്രിതമായൊരു സ്വഭാവം ഇതിനകത്ത് ഉണ്ടാകാൻ വളരെ വലിയ സാധ്യതയുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടുന്ന് പ്രാദേശികമായി ഇവർ ചെന്ന വഴിക്ക് ഇത്ര മൃഗീയമായൊരു കൊല നടന്നിട്ട് അത് ഒത്തുതീർക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രതികൾക്ക് അസാമാന്യമായ സ്വാധീനം അവിടെയുണ്ട്. ആ സ്വാധീനം മതത്തിൻ്റെയാണോ പണത്തിൻ്റെയാണോ അത് നമുക്കറിയില്ല. ഒരു പക്ഷേ ആ മതപരമായൊരു ബന്ധം കൊണ്ടാണോ അങ്ങനെ ഇത് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞത്, അതോ പണത്തിൻ്റെയാണോ എന്ന്. രണ്ടായാലും ഈ കുട്ടിക്ക് നീതി കിട്ടിയേ പറ്റൂ. നമ്മൾ കാരണം പുറത്തേക്ക് വിടാൻ പറ്റാത്ത വിധത്തിലുള്ളതാണ് ആ കുട്ടിയുടെ ഫോട്ടോ. അത് എനിക്ക് കാണിച്ചു തന്നു. നമുക്കത് സത്യം പറഞ്ഞാൽ കാണേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. കാരണം കണ്ടാൽ നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന വിധത്തിൽ എങ്ങനെ ഇങ്ങനൊരു കുട്ടിയെ ഇത്ര മൃഗീയമായിട്ട് കൊലപ്പെടുത്താൻ സാധിച്ചു? ഇതൊരു താൽക്കാലിക വികാരത്തിൻ്റെ പുറത്ത് ചെയ്തതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തേഞ്ഞു മാഞ്ഞ് പോകരുത്, ഈ കേസ് തേഞ്ഞു മാഞ്ഞ് പോകരുത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വളരെ ശ്രദ്ധ ഈ വിഷയത്തിലുണ്ടായിരിക്കണം. ഇപ്പോൾ നോർക്കയോട് നിയമസഹായമൊക്കെ പ്രതിയുടെ കുടുംബം ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഒരു കൊലപാതക കുറ്റം ചെയ്തൊരു പ്രതിക്ക് വേണ്ടി നിമിഷമാത്രം നേരം കൊണ്ട് കോടികൾ പിരിക്കാൻ കഴിഞ്ഞൊരു സംവിധാനം കേരളത്തിനുണ്ട്. അതുകൊണ്ട് ഈ കൊലപാതകയ്ക്ക് വേണ്ടിയും പണം പിരിക്കാനോ അല്ലെങ്കിൽ അധികാരം ഉപയോഗിക്കാനോ ഉള്ള ശ്രമം കേരളത്തിൽ നിന്നുണ്ടാകുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. കാരണം ഡൽഹിയിൽ ഒരു സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ടൊരു വ്യക്തി മരിച്ചപ്പോൾ പോലും ഇവിടുന്ന് പിണറായി വിജയൻ നേരിട്ട് പോയി പൈസ കൊടുത്താണ്. അവരെ ആരെങ്കിലും നമ്മളിവിടെ കണ്ടു? ഒരു മലയാളി കുട്ടി ഇത്ര മൃഗീയമായി കൊല ചെയ്യപ്പെട്ടിട്ട് സ്ഥലം MLA എന്നുള്ള നിലയ്ക്ക് ആഭ്യന്തരമന്ത്രി അതിൽ ചില കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്തതൊഴിച്ചാൽ ഈ രാഷ്ട്രീയക്കാർക്ക് ഇതൊരു വിഷയമായിരുന്നു. മാധ്യമങ്ങൾ ഇത് വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് തേച്ചു മാച്ച് കളയാൻ ഈ പറഞ്ഞ പോലെ കോടികൾ പിരിക്കാനോ പവർ ഉപയോഗിക്കാനോ മടിയുണ്ടാകില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ കൂടെ വളരെ ശക്തമായി തന്നെ ഉണ്ടായിരിക്കും. കേന്ദ്ര ഗവൺമെൻറ് ഇത് മുഴുവൻ ശ്രദ്ധയും എടുത്തുകൊണ്ട് ഈ കുട്ടിയുടെ കുടുംബത്തിന്, കുട്ടിയെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല, പക്ഷെ ആ കുടുംബത്തിന് അവനെ ശിക്ഷിച്ചുകൊണ്ട് നീതി കൊടുക്കണം. ഇതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാന തൊണ്ടി മുതലായി കൊലപാതകത്തിന് ഉപയോഗിച്ചു എന്ന് പറയുന്ന ലാപ്ടോപ്പ് പോലും കൊടുത്തുവിടുകയാണ്. എന്തെങ്കിലും തെളിവുകൾ അവശേഷിക്കുന്ന ഫോൺ അവിടെ പിടിച്ചും വെച്ചിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ പോലീസും ഇത്തരത്തിൽ ഈ കേസിൻ്റെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒന്ന്, ഇവർ ചെന്നപ്പോഴേ എവിടെയാണോ ഈ ക്രൈം നടന്നത് അവിടെ
ക്ലിയർ ആക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊന്ന് ബന്ദോബസ്താക്കിയിട്ടിട്ടില്ല. മാത്രമല്ല ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അതിൻ്റെ തൊണ്ടി മുതലായ ലാപ്ടോപ്പ് കൊടുത്തു വിട്ടു എന്നല്ല, ആ സമയത്ത് കുട്ടി ഉപയോഗിച്ചിരുന്ന വസ്ത്രവും കൊടുത്തു വിട്ടു കഴിഞ്ഞു. അതൊക്കെ ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണ്ടേ? ഇത് കാണുമ്പോൾ ഒരാളെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയൂ? ഒന്നിൽ കൂടുതൽ ആളുകൾ ഇതിലുണ്ടായിരുന്നു എന്ന് ന്യായമായ ബോഡി കാണുമ്പോൾ നമുക്ക് സംശയം തോന്നുന്നുണ്ട്. അതൊക്കെ നോക്കണമെങ്കിൽ, അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയണമെങ്കിൽ ഈ വസ്ത്രമടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണ്ടേ? ഇത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ വസ്ത്രമൊക്കെ ഇങ്ങോട്ട് അവർ പാക്ക് ചെയ്ത് കൊടുത്തു വിട്ട് കഴിഞ്ഞു. ഇപ്പം തെളിവൊന്നും അവശേഷിക്കുന്നില്ല. അപ്പോൾ അവിടുത്തെ ഒരു ശരീഅത്ത് ഭരണകൂടം ഇത് പ്രതി മുസ്ലിമാണ് എന്നത് മുസ്ലിമാണ് എന്നതുകൊണ്ട് അത്തരത്തിൽ ഒത്തു കളിക്കുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. ഒത്തു കളിക്കുന്നു എന്ന് നമുക്ക് പറയാൻ, പക്ഷേ ഭയക്കേണ്ടിയിരിക്കുന്നു. അതിനെ മറികടക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ശ്രമം കൊണ്ടാണ് എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ഈ അവസാന 2 ദിവസം, 4-ാം തീയതിയാണ് കൊല്ലപ്പെടുന്നത്. 2-ാം തീയതി മുതൽ വിളിച്ചിട്ട് മകളുമായി സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. ടെക്സ്റ്റ് മെസ്സേജ് മാത്രം വരുന്നു. അത് എന്തോ ഒരു അപകടത്തിൽ പെട്ടതുകൊണ്ടാകാം എന്ന് സംശയിക്കുന്നുണ്ടോ? എനിക്കങ്ങനെ ഇപ്പോഴൊക്കെ അങ്ങനെ സംശയം തോന്നുന്നു. കാരണം വിളിച്ചാൽ എപ്പോഴും ഫോൺ എടുക്കുന്നതാണ്. കാരണം 4 തവണയായിട്ട് ഞാൻ വിളിച്ചപ്പോൾ പോലും എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നത്. പിന്നെ മരിക്കുന്ന രാവിലെ വരെ വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷേ അന്നേരം ഓൺലൈനിൽ കാണുന്നില്ല. പിന്നെ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതും ഈ ഒരു തരത്തിൽ ഇത് ഇവൻ തന്നെ, ഈ കൊലപാതകി തന്നെ അയച്ച മെസ്സേജ് ആവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നില്ലേ? ഒന്നും പറയാൻ പറ്റുന്നില്ല. വെച്ചാൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് അല്ലേ വരുന്നത്. ഒരു വോയിസ് എങ്കിലും അയച്ചിട്ട് നമുക്ക് പറയായിരുന്നു മോളാണെന്നുള്ളത്. അപ്പോൾ അത് ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ അവിടെ ചെല്ലുമ്പം പ്രാദേശികമായി അവിടുത്തെ ആൾക്കാരുടെ ഒരു ഇടപെടൽ വരുന്നു, ഇത് ഒത്തുതീർപ്പാക്കാം. അപ്പോൾ അത്രയ്ക്ക് സ്വാധീനം അവിടെ ഉണ്ട്. ഇല്ലെങ്കിൽ ഈ പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കം വളരെ സജീവമാണെന്നല്ലേ ഇതിൻ്റെയൊക്കെ തെളിയിക്കുന്നത്? ശരിക്കും അത് തന്നെയാണ്. കാരണം ഞാൻ രാവിലെയാണ് ഞാൻ അവിടെ എത്തണത്. ഒരു ഉച്ചവരെ ഞാൻ അവിടെ കോളേജിലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ട്. ഉച്ച കഴിഞ്ഞ് അവിടുന്ന് പോകുന്ന ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആളെടുത്തി എന്നുള്ളതാണ്. അവിടുത്തെ സിറ്റിസൺസ്, ലോക്കൽസ് തന്നെയാണ് വന്നത്. എന്താ അവർ പറയുന്നത്? അവർ പറഞ്ഞത് കോംപ്രമൈസ് ആക്കിക്കൂടെ എന്ന് മാത്രമേ ചോദിച്ചു. അപ്പോൾ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരത് അങ്ങനെ പോവുക ചെയ്തത്. അതുപോലെ തന്നെ അവരത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവിടുത്തെ ഓഫീസർ വരുന്നത്. ഓഫീസറൊക്കെ വന്നത്. അപ്പോഴത്തേക്ക് പിന്നെ അവരങ്ങോട്ട് പോയി. അതോടൊപ്പം ഈ ഒപ്പം താമസിച്ചിരുന്നവർ പറയുന്നത് 2 ദിവസമായി കുട്ടിയെ സാവരിയെ കണ്ടിട്ടില്ല എന്നാണ്. അപ്പം ഏതെങ്കിലും തരത്തിലൊരു തടവിൽ പാർപ്പിച്ചിരിക്കാനുള്ള ഒരു സാധ്യത, ഏതെങ്കിലും തരത്തിൽ അത്തരം അപകടത്തിൽപ്പെടാനുള്ള ഒരു സാധ്യതയല്ല ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത്? അച്ഛാ, അവിടെ കൂടെ ഉള്ള സീനിയേഴ്സാണ് അവർ പറയുന്ന 2 ദിവസമായിട്ട് സാവരിയെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഈ ദേഹത്തുള്ള പാടുകൾ കാണുമ്പം ഒരു നിമിഷം കൊണ്ട് വന്ന പാടുകളല്ല. അത് വെച്ചാൽ അങ്ങനെ മർദ്ദിച്ചിട്ട് ഒരു സമയം കഴിയുമ്പോഴാണ് ആ കറുപ്പായിട്ട് വരിക. ശരീരം മൊത്തം അതേപോലെ ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രണ്ട് സൈഡും ബാക്കും ഫുള്ള്. ഒറ്റയ്ക്കല്ലാതെ ഇതിൽ മറ്റാരുടെയെങ്കിലും പങ്കുണ്ടാവാനും അത്തരം ഒരു സംശയവും നമുക്കുണ്ടാവുന്നില്ലേ? അത് ഞാൻ അവിടെ നിന്ന് അപ്പം തന്നെ ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞ അവിടുത്തെ CCTVയിൽ ഈ ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. വേറൊരാളെ സാന്നിധ്യം അതിലില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അത് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. നമ്മളെ അവർ കൊണ്ടുപോകുക, അതിന് ഏതാണെന്ന് ഒന്നും നമ്മളെ കാണിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഈ ടീച്ചർ പറഞ്ഞ പോലെ ഇതിൽ ഏറ്റവും നിർണായകമായ തൊണ്ടി മുതലെല്ലാം തന്നുവിട്ട് ഫോൺ, എന്തെങ്കിലും രേഖകൾ ഉണ്ടാകാവുന്ന ഫോൺ മാത്രമാണ് അവിടെ പിടിച്ചു വെച്ചേക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ ലോക്കലിൻ്റെ ഈ ഇടപെടൽ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഈ കേസിൽ നിന്ന് പ്രതിയെ രക്ഷിക്കാനുള്ള ഒരു നീക്കം ഉണ്ടാകുന്നു എന്ന് നമുക്ക് സംശയിക്കരുത്. അല്ല, തീർച്ചയായും. കാരണം ഇത് നിമിഷ നേരം കൊണ്ട് ഈ സംഭവം കഴിഞ്ഞ് ഇത്ര ഷോർട്ട് പീരീഡിൽ അവരവിടെ വന്നിട്ട് കോംപ്രമൈസിന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവരത്രയും പിടിപാട് അതിന് മുകളിൽ. കാരണം ഈ മോളെ ഇതിന് അതായത് ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് നേരങ്ങളോളം അവിടെ ആ റൂമിൽ ഇട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം അല്ലാണ്ട് ഒരാളും ഇത്ര പെട്ടെന്ന് ഒരു കോംപ്രമൈസിന് വേണ്ടി അവിടെ എത്താൻ സാഹചര്യം ഇല്ല. അതുതന്നെയാണ് ഉസ്ബെക്കിസ്ഥാനിൽ പ്രാദേശികമായി ഈ കേസിൽ പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഇതിലെ പ്രധാന തെളിവുകളെല്ലാം നാട്ടിലേക്ക് കൈമാറുന്നു. എന്നാൽ എന്തെങ്കിലും വിവരം ബന്ധുക്കൾക്ക് ശേഖരിക്കാൻ സാധിക്കുന്ന മൊബൈൽ ഫോൺ അവർ പിടിച്ചു വെച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതിന് വളരെ ആസൂത്രിതമായി നടത്തിയൊരു കൊലപാതകം, അതിൻ്റെ തെളിവുകൾ പൂർണ്ണമായും നശിപ്പിക്കാനും പ്രതിയെ രക്ഷപ്പെടുത്താനുമുള്ള നീക്കം ഇതിനോടകം തന്നെ തുടങ്ങിയിരിക്കുന്നു. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ ഇടപെടൽ വേണമെന്നതാണ് ഈ കുടുംബത്തിൻ്റെ, അതോടൊപ്പം തന്നെ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള ശശികല ടീച്ചർ അടക്കം മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ഇതിൽ ഏത് അറ്റം വരെ നിയമപരമായി പോയാലും പ്രതിക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യം തന്നെ, പരമാവധി ശിക്ഷ ലഭിക്കണം എന്നത് തന്നെയാണ് കുടുംബത്തിൻ്റെ ആഗ്രഹം. അതോടൊപ്പം ഈ പ്രതിയുടെ സദറുൽ അനത്തിൻ്റെ മാതാപിതാക്കളെ കൂടി പ്രതി ചേർക്കണം. നിരന്തരം ഈ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ചും മറ്റും ഇത്തരത്തിൽ മതപരിവർത്തന ശ്രമങ്ങളിൽ അമ്മയ്ക്കടക്കം പങ്കുണ്ടോ എന്ന സംശയവും ഉയരുകയാണ്. ഇതിലെല്ലാം കൃത്യത വരുത്തണം, കൃത്യമായി പൊതുജനങ്ങളടക്കം ഇത് അറിയണം എന്ന ആവശ്യമാണ് ഉയരുന്നത്.
സുധീഷ്, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവിടെ നിന്നും നമുക്ക് ഇപ്പോൾ സുധീഷ് ഗോപാൽ പങ്കുവയ്ക്കുന്നത്. കുടുംബത്തിന്റെ പ്രതികരണവും അങ്ങനെ തന്നെയാണ്. എന്തായാലും ശശികല ടീച്ചർ ഒരു വാക്ക് അത് ഉറപ്പു നൽകിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകും വരെ തന്നെ ഹിന്ദു ഐക്യവേദി ഈ വിഷയത്തിൽ നിരന്തരം ഇടപെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വളരെ മൃഗീയമായി, വളരെ ആസൂത്രിതമായി മതപരിവർത്തനത്തിന് വേണ്ടി നടത്തിയ വെൽ പ്ലാൻ മർഡറാണ് ഈ ഉസ്ബെക്കിസ്ഥാനിൽ നടന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലെ തെളിവുകളടക്കം ഈ നാട്ടിലേക്ക് തിരിച്ചയച്ചിരിക്കുകയാണ്. അതായത് ഈ പ്രതി സനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ തെളിവുകൾ എന്ന് പറയുന്നത്. ആ തെളിവുകളെല്ലാം നശിപ്പിക്കാനുള്ളൊരു ശ്രമം കൂടി നടന്നു എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിന്റെ ഗൗരവം കൂടുകയാണ്. സാവരിയ ബസന്തിന് നീതി വേണം, നീതി നൽകണം. എന്തായാലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളോ ഒരു നേതാക്കളോ ഈ വിഷയത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഈ സമൂഹത്തിന്റെ പോക്ക് ഇത് എങ്ങോട്ടെന്ന് തോന്നിപ്പോകുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഇപ്പോൾ നമുക്ക് ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ പങ്കുവച്ചത്.